بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا قال الله عز وجل من فرح بنا فرحنا به شفيعنا رسول الله أعد مدحه إن القلوب تحبه بأوصافه تجلى إذا هي تصدأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. പ്രിയം നിറഞ്ഞ എൻ്റെ ഈ നാട്ടിലെ കാരണവന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹു തആല അവൻ്റെ സ്വർഗീയ ലോകത്ത് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് ആദരിക്കപ്പെട്ട മാസം റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും അവിടുത്തെ മദ്ഹ് കീർത്തനങ്ങൾ നമ്മൾ 360 നാൾ പറഞ്ഞാലും അവിടത്തോട് നമ്മൾ ഒരിക്കലും കടമ തീർത്തവരാകുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വൽ കഴിഞ്ഞിട്ടും നമ്മൾ ആ പരിപാടിയും കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ സദസ്സ് ഈ രൂപത്തിൽ സംഘടിപ്പിക്കാൻ ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചുവോ അവർക്കൊക്കെ അല്ലാഹു തആല അവൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്കറിയാം, നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുക എന്നുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം രണ്ടും ദൃഢമാകാതെ ആക്കാതെ ഒരാളും മുഅ്മിനല്ല. അപ്പോൾ നമ്മുടെ ഈമാൻ്റെ ഭാഗമാണ് മുത്തുനബിയെ സ്നേഹിക്കുക, അവിടുത്തെ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത്. നമുക്ക് എത്ര കണ്ട് ഈമാൻ, നബിയോട് എത്ര കണ്ട് സ്നേഹമുണ്ടോ, നബിയെ നമ്മൾ എത്ര കണ്ട് പഠിച്ചോ അത്ര കണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കും. നമ്മൾ കൂടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കണം. നബിയെ പഠിക്കണം. പഠിച്ചാൽ തീരാത്തൊരു ലോകമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പഠിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈമാൻ വർദ്ധിക്കും. ഇനി ഒരിക്കൽ കേട്ട ചരിത്രമാണെങ്കിൽ പോലും അതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അബൂബക്കർ ബഗ്ദാദി തങ്ങൾ പാടിയത്. അഈദു മദ്ഹഹു, റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമ്മൾ കേട്ട ചരിത്രമാണ്, സംഭവമാണ് എങ്കിൽ വീണ്ടും ഈ കൊല്ലം കേട്ടോ, അല്ലെങ്കിൽ ഈ കൊല്ലം പറയാൻ ശ്രമിച്ചോ. അഈദ് മദ്ഹഹു, അവിടുത്തെ മദ്ഹ് അങ്ങനെ
മടക്കി 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 പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു, മരിക്കാത്ത ഹൃദയങ്ങൾ ആർക്കൊക്കെ ഉണ്ടോ അവർക്കത് വല്ലാത്ത താല്പര്യമാണ്. അപ്പം നമ്മളെ അലോസരപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കേട്ടതന്നെയല്ലേ, എന്താ പൈലിത്തറ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം മരിച്ചിട്ടുണ്ട്. ഇന്നൽ ഖുലൂബ തുഹിബ്ബുഹു, ഹൃദയങ്ങൾ, മരിക്കാത്ത ഹൃദയം ആർക്കൊക്കെ ഉണ്ടോ അവരുടെ ഹൃദയങ്ങളൊക്കെ റസൂലുള്ളാഹിനെ ഇപ്പം പറയുമ്പോഴും അത് താല്പര്യപ്പെട്ടുകൊണ്ട് വളരെ താല്പര്യത്തോടുകൂടെയാണ് കേൾക്കുന്നത്. ബി ഔസാഫിഹി തുജ്ലാ, റസൂലുള്ളാഹിനെ വർണ്ണിക്കുന്നതിനനുസരിച്ച് ഹൃദയത്തിന്, അത് കേൾക്കുന്നതിനനുസരിച്ച്, നമ്മളത് പറയുന്നതിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തിന് ജലാ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയം വൃത്തിയായിക്കൊണ്ടിരിക്കും. തെറ്റുകുറ്റങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയം കറ പിടിച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, നമ്മളൊരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റിൻ്റെ കാരണത്താൽ ഒരു നുക്തത്തും സൗദാ, ഒരു കറുത്ത പുള്ളി ഹൃദയത്തിലിടും. അപ്പോൾ ഹൃദയത്തെ ഒരു വെളുത്ത പ്രതലമായി, ഒരു വെളുത്ത പേപ്പർ പോലെയൊക്കെ സങ്കല്പിച്ചോളി. അതിലൊരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കുത്ത്, ഒരു കറുത്ത കുത്തിടും. അങ്ങനെ തെറ്റിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ആ കറുത്ത കുത്തിൻ്റെ എണ്ണവും കൂടി 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 നമ്മുടെ ഹൃദയം കറുത്തിരുണ്ട് പോകും. അങ്ങനെ ഇരുണ്ട് പോകുമ്പോൾ നമുക്ക് നല്ലതിനോടൊക്കെ ഒരു പുച്ഛ മനോഭാവം വരും. നമുക്ക് നല്ലതിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. വേണ്ടാവൃത്തികളോടായിരിക്കും എപ്പോഴും നമ്മുടെ താല്പര്യം. ഇങ്ങനെയുള്ള അവസ്ഥക്കാരാണ് നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും. ഞാൻ നിങ്ങളെ മാത്രം പറയല്ല, ഞാനടക്കമുള്ള നമ്മളെല്ലാവരെയുമാണ് വർത്തിച്ച് പറയുക, ചെല്ലുക. അതുകൊണ്ട് ഹൃദയത്തിന് ജലാ ഉണ്ടാകും, ഹൃദയം സ്ഫുടമാകും, വൃത്തിയാകും എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര പറഞ്ഞാലും അത് മതിയാകൂല. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഈ ഉമ്മത്തിൽ, നമ്മുടെ മുത്തുനബിയുടെ ഈ ഉമ്മത്തിൽ ഏറ്റവും സ്ഥാനമുള്ളവർ എന്നല്ല, അല്ലാഹു തആല പടച്ച അല്ലാഹുവിൻ്റെ പടപ്പുകളിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമര് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ, ഗൗസുൽ ആലം തങ്ങളുടെ വഫാത്തിന്റെ മാസത്തിലാണ്, അവിടുത്തെ ആണ്ടിന്റെ മാസത്തിലാണ്. മുഹീദ്ദീൻ ശൈഖ് അല്ല ഈ ഉമ്മത്തിൽ വലിയ ആള്, മറിച്ച് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. അവിടത്തേക്ക് ഇത്ര വലിയ സ്ഥാനം കിട്ടാൻ കാരണമെന്ത് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ബക്ർ ബിൻ അബ്ദുല്ലാഹിൽ മുസനി എന്നവർ പറയുന്നു, ലാ ബികസറത്തി സ്വലാത്തിൻ വലാ ബിസിയാം, കുറേ നോമ്പെടുത്തത് കൊണ്ടോ നിസ്കരിച്ചത് കൊണ്ടൊന്നും അല്ല സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഈ ഉമ്മത്തിലെ വലിയ മഹാനായത്, മറിച്ച് വലാകിൻ ബിശൈഇൻ വഖറ ഫീ ഖൽബിഹി, മഹാനവറുകളുടെ ഹൃദയത്തിൽ രൂഢമൂലമായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടങ്ങാത്ത സ്നേഹം, ആ സ്നേഹമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് ഇത്രയും അധികം സ്ഥാനം നേടിക്കൊടുത്തത്. അപ്പോൾ റസൂലുള്ളാഹിനെ നമ്മൾ എത്ര കണ്ട് സ്നേഹിക്കുന്നുവോ അത്രയും നമ്മുടെ ഈമാൻ വർദ്ധിക്കും. ഈമാൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെ സീറ്റ് കിട്ടും, സ്നേഹം കിട്ടും. നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ഇഷ്ടപ്പെട്ടവരായി മാറും. അതുകൊണ്ട് നമ്മുടെ മുത്തുനബിയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിന്റെ മദഹുകൾ കഴിയുന്നത്രയും ആവർത്തിച്ച് ചൊല്ലുക. അത് സംഘടിപ്പിക്കുന്ന സദസ്സുകൾ അതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുക. നമ്മളൊന്നും മുടക്കരുത്. എന്തിനു വേണ്ടി? അത് നമ്മുടെ രണ്ട് ലോകത്തെയും വിജയത്തിന് നിമിത്തമാണ്. ദുനിയാവിലെ വിജയത്തിനും നിമിത്തമാണ്, ആഖിറത്തിലെ വിജയത്തിനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിമിത്തമാണ്. സ്വഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. സ്വഹാബത്തിന്റെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് മുത്തുനബിയായിരുന്നു എല്ലാമായിരുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് പറയുകയാണ്,
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോടടുത്ത വഫാത്തിന്റെ രോഗത്തിൽ വളരെ വിഷമിച്ചു കഴിയുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിക്കുന്നു. ഫാത്തിമ ബീവിയോട് എന്തോ സ്വകാര്യം പറയുന്നു. ആ സ്വകാര്യം കേട്ട് ഫാത്തിമ ബീവി പൊട്ടിക്കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീവിയെ വിളിക്കുന്നു. എന്നിട്ട് വീണ്ടും ഫാത്തിമ ബീവിയോട് സ്വകാര്യം പറയുന്നു. ആ സ്വകാര്യം കേട്ടിട്ട് ഫാത്തിമ ബീവി പുഞ്ചിരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മഹദിയോട് വീട്ടുകാർ ഈ വിഷയം അന്വേഷിച്ചു. എന്തായിരുന്നു ആദ്യം കരഞ്ഞത്, പിന്നെ എന്തായിരുന്നു ചിരിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു, ആദ്യം എന്നോട് എന്റെ പൊന്നുപ്പ പറഞ്ഞത് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പിരിയുകയാണ് മകളെ എന്നാണ്. അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കവയ്യാതെ കരച്ചിൽ വന്നു പോയി. നമ്മളുപ്പാര് മരിക്കാണ് അല്ലെങ്കിൽ നമ്മളെ ഉമ്മാര് മരിക്കാണ് എന്ന് കേട്ടാൽ മരിച്ച ഉപ്പാർക്കും ഉമ്മാർക്കും ഒക്കെ അവരെ ഖബർ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിപ്പുള്ള ഉപ്പമാര് ഉമ്മമാര് അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അവരുടെ ഒക്കെ പൂർണ്ണ പൊരുത്തം നമുക്ക് അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അവിടെയല്ല വിഷയം. മഹദിയായ ഫാത്തിമ ബീവി രണ്ടാമത് ചിരിച്ചതിന്റെ രഹസ്യം ചോദിച്ചപ്പം മഹദി പറയുന്നു, എന്നോട് എന്റെ പൊന്നുപ്പ രണ്ടാമത് വിളിച്ച് പറഞ്ഞത്, ഫാത്തിമ നീയാണ് ഈ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്നെ കൊള്ള ചേരുന്നത്. ഞാൻ വഫാത്തായതിന് ശേഷം പിന്നെ എന്നെ കൊള്ള ബർസഖിയായ ലോകത്തേക്ക് ആദ്യം വരുന്നത് നീയാണ്. ഈ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം വന്നു. അതുകൊണ്ടാ ഞാൻ ചിരിച്ചത്. ഓ മുഅ്മിനീങ്ങളെ, ആർക്കാണ് സ്വന്തമായി മരണത്തെ താല്പര്യമുള്ളത്? നമുക്കാർക്കും താല്പര്യമില്ല. നമുക്കൊക്കെ ദുനിയാവിൽ കുറച്ചുകൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. അത് ദുനിയാവിനോടുള്ള ആർത്തി എന്നല്ല, ദുനിയാവിനോടുള്ള ആഗ്രഹമെന്നല്ല, മറിച്ച് നമ്മുടെ കൈകളിലൊന്നും അല്ലാഹുവിലേക്ക് ചെല്ലാനുള്ള അമലുകളില്ല. അപ്പോ ഒരു ദിവസം കൂടി തോനെ ജീവിച്ചാൽ അന്ന് എന്തെങ്കിലുമൊക്കെ ഖൈർ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാമല്ലോ എന്ന വലിയ ആഗ്രഹത്തിനാണ് നമുക്ക് ആയുസ് നീണ്ടുകിട്ടാൻ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷേ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ തന്റെ ഉപ്പയോട് ചേരാം, തന്റെ ഉപ്പയിലേക്ക് അടുക്കാം എന്ന ഒരൊറ്റ കാരണം കൊണ്ട് മഹദി സന്തോഷിച്ച് ചിരിക്കുകയാണ്. ഇത് തന്നെയാണ് സ്വഹാബത്തിന്റെ സംഭവങ്ങൾ മുഴുവനും. അവർക്ക് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാമാണ്. അവരെ ജീവൻ മുത്തുനബിക്ക് വേണ്ടി സമർപ്പിക്കാൻ അവര് തയ്യാറാണ്. ഒരു പക്ഷേ സ്വർഗാവകാശിയായേക്കാം, അല്ലെങ്കിൽ നരകാവകാശിയായേക്കാം. നരകക്കാരനാണെങ്കിൽ ഒരിക്കലും ഞാൻ തങ്ങളെ കാണൂല. സ്വർഗാവകാശിയാണെങ്കിൽ പോലും മുത്തുനബി തങ്ങൾ വലിയ ദറജയിലായിരിക്കും. ഞാൻ സാധാരണക്കാര് ഉള്ള സ്വർഗത്തിലായിരിക്കും. തങ്ങളെനിക്ക് കാണാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ച വിഷമത്തിലാണ് ഞാനുള്ളത് എന്ന് മുത്തുനബിയോട് പറഞ്ഞപ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്പസമയം പ്രതികരിക്കാതെ മിണ്ടാതെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി എത്തി. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, വമൻ യുതിഇല്ലാഹ വർ-റസൂല, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചവർ, ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്-സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അത്തരക്കാര് അമ്പിയാക്കളോടുകൂടെ തന്നെയുണ്ടാകും. അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചവർ അവരമ്പിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും നിലകൊള്ളുന്ന സ്വർഗത്തിൽ തന്നെയുണ്ടാകും. അവർക്ക് സ്വർഗത്തിൽ നിന്ന് മുത്തുനബിയെ കാണാൻ കഴിയുമെന്ന ആശയം
സൂചിപ്പിക്കുന്ന ആയത്ത് അപ്പോഴാണ് ഇറങ്ങിയത്. ഇത് സൗബാൻ തങ്ങൾക്ക് ഓതി കേൾപ്പിച്ചപ്പോഴാണ് ബഹുമാനപ്പെട്ടവർക്ക് ആശ്വാസമായത്. സ്വഹാബത്തിന്റെ ഒക്കെ ജീവിതം ഇങ്ങനെയാണ്. കുറഞ്ഞ സമയം പോലും മുത്തുനബിയെ കാണാത്ത ജീവിതം അവർക്ക് സഹിക്കുകയില്ല. പണ്ഡിതന്മാർ പറയുന്നു, ഈ ആയത്തിറങ്ങിയത് സൗബാൻ എന്ന സ്വഹാബിയുടെ സംഭവത്തിലാണ്, അല്ല അബ്ദുല്ലാഹിബ്നു സയ്യിദ് എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബിയുടെ വിഷയത്തിലാണെന്നും അഭിപ്രായമുണ്ട്. ആ ബഹുമാനപ്പെട്ട സ്വഹാബിക്കും ഇതേ സംഭവം തന്നെയാണ്. ബഹുമാനപ്പെട്ടവരും മുത്തുനബിയുടെ ഹളറത്തിൽ വന്ന് വളരെ വിഷമിച്ചുകൊണ്ട് പറയുന്നു, നബിയെ, ഞാൻ തങ്ങളെ ജീവിതകാലത്ത് പള്ളിയിൽ വന്ന് മദീന പള്ളിയിൽ വന്നാൽ കാണാൻ കഴിയും. പക്ഷേ ഞാൻ മരിച്ചുപോയാൽ, തങ്ങൾ വഫാത്തായാൽ, തങ്ങൾ സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്റ്റേജിലായിരിക്കും. അവിടേക്ക് ഞങ്ങൾക്ക് പ്രവേശനമുണ്ടാകുകയില്ല. അവിടുന്ന് തങ്ങളെ കാണാതെ വിഷമിക്കുമല്ലോ. സ്വർഗത്തിൽ എത്ര സുഖങ്ങളാണ്, സൗകര്യങ്ങളാണ്. സ്വർഗത്തിലാണല്ലോ ഹൂർലീങ്ങളുള്ളത്, സ്വർഗത്തിലാണല്ലോ മറ്റെല്ലാ സൗകര്യങ്ങളും ഉള്ളത്. പക്ഷേ അതിലൊന്നും അവർ സംതൃപ്തരല്ല. അവർക്ക് മുത്തുനബിയെ കണ്ടാൽ മാത്രമേ അവർക്ക് മനസ്സടങ്ങുകയുള്ളൂ. ഈ അബ്ദുല്ലാഹിബ്നു സയ്യിദ് തങ്ങളോട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതേ ആയത്തോതി ആശ്വസിപ്പിച്ചു എന്ന് കിതാബിൽ കാണാം. ബഹുമാനപ്പെട്ടവർ അബ്ദുല്ലാഹിബ്നു സയ്യിദ് തങ്ങളാണ് ബാങ്ക് വിളി സ്വപ്നം കണ്ട മഹാൻ. നിസ്കാരത്തിന് എങ്ങനെയാണ് ആളുകളെ കൂട്ടുക എന്ന് സ്വഹാബത്തിന്റെയും റസൂലുള്ളാഹിന്റെ അധ്യക്ഷതയിൽ ഒരു മുശാവറ. പലരും പല അഭിപ്രായവും പറഞ്ഞു. ചിലര് പറഞ്ഞു, നമുക്ക് ഒരു കിങ്ങിണി വാങ്ങാം, അതടിക്കാം, അതടിച്ചാൽ ജനങ്ങളൊക്കെ കേൾക്കും, അപ്പോൾ നിസ്കാരത്തിന്റെ സമയമായെന്ന് മനസ്സിലാക്കി പള്ളിയിലേക്ക് എത്തും. അങ്ങനെ പലരും പല അഭിപ്രായം പറഞ്ഞു. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോഴാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അബ്ദില്ലാ എന്നവർ, അബ്ദുല്ലാഹിബ്നു സയ്യിദ് എന്നവർ സ്വപ്നത്തിൽ കാണുന്നത് ഒരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ കിങ്ങിണിയുമായി വിൽപ്പന നടത്തിക്കൊണ്ടങ്ങനെ വീട് വീടാന്തരം നടക്കുന്നു. അബ്ദുല്ലാഹിബ്നു സയ്യിദ് ആവശ്യപ്പെട്ടു, ഈ കിങ്ങിണിക്ക് വില എത്രയാണ്? ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഇതെന്തിനാ നിങ്ങൾക്ക്? അപ്പം മൂപ്പര് പറഞ്ഞു, ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ പറഞ്ഞു, ഞങ്ങൾക്ക് പള്ളിയിൽ കൊണ്ടുപോയി വെക്കാനാണ്, നിസ്കാരത്തിന് ജനങ്ങളെ ക്ഷണിക്കാനാണ്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു, ഇതിലേറെ നല്ല രൂപമുണ്ടല്ലോ നിസ്കാരത്തിന് ജനങ്ങളെ ക്ഷണിക്കാൻ എന്ന് പറഞ്ഞ് ബാങ്കിന്റെ പദങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്തു. അത് കേട്ട് വളരെ സംതൃപ്തനായി നേരം പുലർന്ന് സുബഹിക്ക് തന്നെ മുത്തുനബിയുടെ ഹളറത്തിൽ വന്ന് പറഞ്ഞു, മുത്തുനബിയെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമ്മുടെ നിസ്കാരത്തിന് ആളുകളെ ക്ഷണിക്കാൻ ഒരു മാർഗരേഖ ഞാൻ ആ സ്വപ്നത്തിലൂടെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വിവരിച്ചു. ആ സംഭവം മുത്തുനബിയോട് വിവരിക്കുമ്പോ തന്നെ തൊട്ടടുത്തുള്ള സ്വഹാബി പറഞ്ഞു, നബിയെ, ഞാനും കണ്ടിട്ടുണ്ട്. അങ്ങനെ നിരവധി സ്വഹാബികൾ പറഞ്ഞു. നമ്മുടെ വിഷയം അതല്ല. അപ്പൊ ആ സ്വഹാബി വര്യനാണ് ബഹുമാനപ്പെട്ടവർ റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വന്ന് പറയുന്നു, മുത്തുനബിയെ, എനിക്ക് തങ്ങളെ കാണാതെ അല്പസമയം പോലും കഴിയാൻ സാധിക്കുന്നില്ല. ഈ സ്വഹാബി വര്യന്റെ തോട്ടത്തിൽ, ഈത്തപ്പന തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ പുത്രൻ, തന്റെ മകൻ വന്നുകൊണ്ട് പറയുന്നു, ഈ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന വിവരം ഉപ്പയോട് പറയുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ ദുആ ചെയ്യുകയാണ്, പടച്ച റബ്ബേ, എനിക്കിനി കണ്ണിന്റെ കാഴ്ച വേണ്ട. മുത്തുനബി എന്റെ ഹബീബിനെ കണ്ട മദീന, എന്റെ ഹബീബ് ജീവിച്ചിരിപ്പുള്ള മദീനയെ ഞാൻ കണ്ടിട്ടുണ്ട്, ഹബീബിനെ കണ്ടിട്ടുണ്ട്. ഹബീബ് വിട പറഞ്ഞ മദീന എനിക്ക് കാണണ്ട. ഈ നിമിഷം തന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളയണം റബ്ബേ എന്ന് ദുആ ചെയ്യുകയും അത് പ്രകാരം അല്ലാഹു തആല അവിടുത്തെ കണ്ണിന്റെ കാഴ്ച എടുത്തു കളഞ്ഞു.
സ്വഹാബിമാരുടെ സ്നേഹം ഇങ്ങനെയാണ്. ചിലര് പറയും റസൂലുള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇത്തിബാഅാണെന്ന്. ഇത്തിബാഅ് അവിടുത്തെ തുടരുക, അത് സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്, അത് നിർബന്ധമാണ്, നമുക്ക് അനിവാര്യമാണ്. മുത്തുനബി നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പാലിക്കൽ സ്നേഹത്തിന്റെ ഭാഗമാണ്. നമ്മളോട് തലമറക്കാൻ മുത്തുനബി പഠിപ്പിച്ചെങ്കിൽ നമ്മൾ തലമറക്കുന്നവരാകണം. മുത്തുനബി പഠിപ്പിച്ചതിന്റെ പേരിൽ തലമറക്കുന്നവരാകണം. നമ്മളോട് താടി വെക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നെങ്കിൽ അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണം. റസൂലുള്ളാഹിനോടുള്ള സ്നേഹമാണ്, അതാണ് ഇത്തിബാഅ്. ഇത്തിബാഅ് എന്നത് സ്നേഹത്തിന്റെ അടയാളമാണ്, ശരിയാണ്. അത് മാത്രമല്ല, സ്നേഹം സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വ്യക്തിക്ക് വേണ്ടി എന്തും സമർപ്പിക്കാൻ തയ്യാറാകും. അൻസാരികളിൽപ്പെട്ട ഒരു സ്വഹാബിയത്തൊരു വനിത, ഉഹദ് യുദ്ധത്തിൽ ആ വനിതയുടെ പിതാവ്, സഹോദരൻ, ഭർത്താവ് തുടങ്ങിയവരെല്ലാം ഉഹദ് യുദ്ധത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ യുദ്ധത്തിലുണ്ട്. യുദ്ധം കഴിയുന്ന സമയത്ത് ആ സ്വഹാബിയത്തായ വനിത വന്ന് ചോദിക്കുന്നു, മുത്തുനബി എവിടെ? മുത്തുനബിയുടെ അവസ്ഥ എന്ത്? മറ്റു സ്വഹാബിമാര് പറഞ്ഞു, റസൂലുള്ളാഹിക്ക് യാതൊരു പ്രയാസവുമില്ല, ഒരു പ്രശ്നവുമില്ല. റസൂലുള്ള വളരെ ആരോഗ്യവാനാണ്, ഒരു പ്രയാസങ്ങളുമില്ല എന്ന് പറഞ്ഞപ്പോ സ്വഹാബിയത്തായ സഹോദരി സമ്മതിച്ചില്ല. എനിക്ക് റസൂലുള്ളാഹിനെ കാണണം, കണ്ടതിന് ശേഷം മാത്രമേ ഞാൻ അടങ്ങുകയുള്ളൂ എന്ന് പറയുകയും റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോൾ മഹദി പറയുന്നു, കുല്ലു മുസീബത്തിൻ ബഅദ ദാലിക ജലൽ. റസൂലുള്ള രക്ഷപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ഇനി എന്ത് മുസീബത്തുണ്ടെങ്കിലും അതൊക്കെ ചെറുതാണ്. ആ സ്വഹാബിയത്തായ വനിതയോട് പറയുന്നു, നിങ്ങളുടെ ഉപ്പ ഷഹീദായിട്ടുണ്ട്, നിങ്ങളുടെ സഹോദരൻ ഷഹീദായിട്ടുണ്ട്, നിങ്ങളുടെ ഭർത്താവ് ഷഹീദായിട്ടുണ്ട്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവലംബമാകുന്ന, അവർക്ക് അഭയം നൽകുന്ന പുരുഷന്മാർ 3 വിഭാഗമാണല്ലോ ഉള്ളത്. എന്നിട്ട് പോലും ആ സ്വഹാബിയത്തായ വനിത പറയുന്നു, കുല്ലു മുസീബത്തിൻ ബഅദ ദാലിക ജലൽ. ഈ റസൂലുള്ളാഹി തങ്ങൾ രക്ഷപ്പെട്ടു എന്ന വാർത്തക്ക് ശേഷം വരുന്ന എന്ത് സംഭവമുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതാണ്. സയ്യിദ് ഇബ്നു ദുസ്ന എന്ന് പറയുന്ന ഒരു സ്വഹാബി വര്യൻ, മഹാനവറുകൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മഹാനവറുകളെ മക്ക മുശ്രിക്കീങ്ങള് ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്, കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ചുമതലയുള്ളത് അബൂ സുഫിയാൻ തങ്ങൾക്കാണ്. അന്ന് അബൂ സുഫിയാൻ തങ്ങൾ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. അബൂ സുഫിയാൻ തങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകുന്ന വ്യക്തിയോട് ചോദിക്കുന്നു, സയ്യിദേ, നീ നിന്റെ വീട്ടിൽ വളരെയധികം സ്വസ്ഥനായിക്കൊണ്ട്, വളരെയധികം സന്തുഷ്ടനായിക്കൊണ്ട്, സംതൃപ്തനായി സമാധാനത്തോടെ കഴിയുക. അങ്ങനെ കഴിയുന്നു എന്ന് നീ സങ്കൽപ്പിക്ക്. നിന്റെ സ്ഥാനത്ത് മുഹമ്മദാണ് ഈ ഞങ്ങളുടെ കയ്യിലുള്ളത് എന്ന് നീ ചിന്തിക്ക്. മുഹമ്മദിനെയാണ് ഞങ്ങൾ കൊല്ലാൻ കൊണ്ടുപോകുന്നത്. എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട സ്വഹാബി വര്യൻ പറഞ്ഞു, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേത്തൊരു ചെറിയ മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മുത്തുനബി വീട്ടിലാണ്, സ്വന്തം കുടുംബത്തോടൊന്നിച്ചാണുള്ളത്. ആ വീട്ടിൽ കഴിയുന്ന സമയത്ത് മുത്തുനബിയുടെ ശരീരത്തിൽ ഒരു മുള്ളേൽക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നിട്ടല്ലേ മുത്തുനബിയെ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി കൊല്ലാൻ കൊണ്ടുപോകുന്ന രംഗം ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും റസൂലുള്ളാഹി തങ്ങൾക്ക് മുള്ളേൽക്കുന്നത് പോലും ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്ന് സ്വഹാബി വര്യൻ പറയുമ്പോൾ അവരൊക്കെ മുത്തുനബിയെ സ്നേഹിച്ചത് അപ്രകാരമാണ്. നമ്മൾ മൗലിദിൽ ചെല്ലാറില്ലേ, അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ
മിഥില ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. മുത്തുനബിയെ, തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ദർശിക്കാനായത് ഒരു ഉമ്മയിൽ നിന്ന് ദർശിക്കാനായ സ്നേഹമല്ല, ഒരു ഉപ്പയിൽ നിന്ന് കിട്ടുന്ന സ്നേഹമല്ല, അതിലും അപ്പുറമാണ് നബിയെ തങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹം. ശരിയാണ്, ഉറപ്പാണ്. ഏതു ഉമ്മയാണെങ്കിലും ഏതു ഉപ്പയാണെങ്കിലും നമുക്ക് മുത്തുനബി തരുന്ന സ്നേഹത്തിന്റെ അത്ര സ്നേഹം തരാൻ തയ്യാറല്ല. ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ നമുക്കൊക്കെ പരിചയമുണ്ട്. ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഏക സ്വഹാബി ഉണ്ടെങ്കിൽ അത് സെയ്ദ് റളിയല്ലാഹു അൻഹു ആണ്. സുഅദാ ബിൻത് സഅലബ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആ സ്ത്രീ തൻ്റെ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന്, കെട്ടിച്ച വീട്ടിൽ നിന്ന് തൻ്റെ വീട്ടിലേക്ക് വിവരമറിയാൻ പോകുന്നു. ബനൂ മഅൻ എന്ന് പറയുന്ന ഗോത്രത്തിലാണ് ആ സ്ത്രീ ഉള്ളത്. ആ സ്ത്രീ തൻ്റെ വീട്ടിലേക്ക് വിവരമറിയാൻ സാധാരണ നമ്മുടെ സ്ത്രീകളൊക്കെ പോകാറുള്ളത് പോലെ പോവുകയാണ്. കൂടെ 8 വയസ്സ് പ്രായമുള്ള സെയ്ദ് എന്ന് പറയുന്ന കുട്ടിയുമുണ്ട്. കുട്ടിയും ഒന്നിച്ച് തൻ്റെ വീട്ടിലേക്ക് പോയ സ്ത്രീയെ വഴിയിൽ വെച്ചുകൊണ്ട് ആരോ കൊള്ളക്കാര്, ആരോ അക്രമികൾ പിടിച്ചടക്കുകയാണ്. എന്നിട്ട് സമ്പത്തും മകനെയും തട്ടിക്കൊണ്ടു പോകുകയാണ്. എന്നിട്ട് ഉഖാല ചന്തയിൽ കൊണ്ടുപോയി ആ കുട്ടിയെ വിൽക്കുന്നു. സെയ്ദ് എന്ന് പറയുന്ന കുട്ടിയെ വിൽക്കുന്നു. സ്വന്തം ഉമ്മയിൽ നിന്ന് അടർത്തിയെടുത്ത്, വെറും 8 വയസ്സ് പ്രായമുള്ള കുട്ടി, ആ കുട്ടിയെ അടർത്തിയെടുത്തുകൊണ്ട് ഉഖാല ചന്തയിൽ കൊണ്ടുപോയി അടിമയാക്കി വിൽക്കുന്നു. കൊള്ളക്കാര് മറ്റ് സമ്പത്തൊക്കെ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. ഈ ഉമ്മ വളരെ വിഷമിക്കുകയാണ്, വളരെ കരയുകയാണ്, കാലങ്ങളായി കരഞ്ഞു നടക്കുകയാണ്. ഉമ്മ മാത്രമല്ല, ആ കുട്ടിയുടെ ഉപ്പയും വളരെ പ്രയാസത്തിലാണ്. ബകൈതു അലാ സൈദിൻ വലം അദ്രി മാ ഫഅൽ അഹയ്യും ഫയുർജാ അൻ അതാദൂനഹുൽ അജൽ. സ്വന്തം മകനെ തെരഞ്ഞ് തെരഞ്ഞ് കാണാനില്ല, മകന്റെ യാതൊരു അഡ്രസ്സുമില്ല, ഒരു വിവരവുമില്ല. സങ്കടപ്പെട്ടുകൊണ്ട് പാടിയ കാവ്യമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ പാടിയത്. എനിക്കെന്റെ സെയ്ദിന്റെ യാതൊരു വിവരവുമില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഉമ്മയും ഉപ്പയും തെരഞ്ഞു നടക്കുകയാണ്. മറുവശത്ത് അരങ്ങേറുന്നതോ ഈ കുട്ടി ഉഖാല ചന്തയിൽ അടിമയാകുകയാണ്. ആ അടിമയായ കുട്ടിയെ ഹക്കീം ഇബ്നു ഹുസാം ഇബ്നു ഖുവൈലിദ് എന്ന് പറയുന്ന സഹോദരൻ വിലക്ക് വാങ്ങുകയാണ്, മറ്റ് അടിമക്കുട്ടികളെയും വാങ്ങുകയാണ്. ആരാണ് ഈ ഹക്കീം? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യത്തെ ഭാര്യയായ ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹ, അവിടുത്തെ സഹോദരന്റെ മകനാണ്, അവിടുത്തെ ആങ്ങളയുടെ മകനാണ്. ഈ ഹക്കീം എന്ന് പറയുന്ന സഹോദരൻ ഉഖാല ചന്തയിൽ നിന്ന് കുറെ അടിമക്കുട്ടികളെ വാങ്ങി നാട്ടിലേക്ക് തിരിക്കുന്നു. നാട്ടിലെത്തിയപ്പോ അമ്മായിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് വന്ന് പറയുന്നു, അമ്മായി, ഞാൻ കുറച്ച് അടിമക്കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയെ അമ്മായിക്ക് ഞാൻ സമ്മാനിക്കുകയാണ്, എൻ്റെ വകയായി ഞാൻ തരുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഖദീജ ഫറാസത്തുള്ള മഹദിയായിരുന്നു, മുഖത്ത് നോക്കി മുഖലക്ഷണം പറയാൻ കഴിയുന്നവരായിരുന്നു. അങ്ങനെ നമ്മുടെ ഇടയിൽ പലരുമുണ്ട്, പല മഹാന്മാരുമുണ്ട്, അത് പഠിച്ചു മനസ്സിലാക്കിയവരുമുണ്ട്. ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദ്, ബഹുമാനപ്പെട്ട ഉസ്താദിനെ മുഖത്ത് നോക്കിയാൽ ആളുകളെ നിർണയിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അങ്ങനെ കഴിവുള്ളവര് പലരുമുണ്ട്. ഖദീജ ബീവി അക്കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. മഹദിയായ ഖദീജ ബീവി ഈ അടിമക്കുട്ടികളെ എല്ലാം ഒന്ന് നോട്ട് ചെയ്തു. എന്നിട്ട് സെയ്ദിനെ സെലക്ട് ചെയ്യുകയാണ്. സെയ്ദിനെ തെരഞ്ഞെടുത്തുകൊണ്ട് പറയുന്നു, ഈ കുട്ടി മതി എനിക്കെന്ന്. അങ്ങനെ ഖദീജ ബീവിയുടെ അടിമയായി കഴിയുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ
സ്വന്തം ഭർത്താവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനമായി നൽകണമല്ലോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മഹദിയായ ഖദീജ ബീവി നൽകുന്നത് സെയ്ദ് എന്ന് പറയുന്ന അടിമക്കുട്ടിയെയാണ്. ആ അടിമക്കുട്ടി മുത്തുനബിയുടെ കരങ്ങളിലേക്ക് വന്നതോടുകൂടെ വളരെ സന്തുഷ്ടനായി സംതൃപ്തനായി വളരെ സമാധാനത്തോടെ റാഹത്തോടെ ജീവിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ഹജ്ജ് വരുന്നത്. ഹജ്ജിന്റെ സമയമായപ്പോൾ ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സെയ്ദ് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നാട്ടുകാരായ പലരും ഹജ്ജിന് വന്നിട്ടുണ്ട്. അവര് സെയ്ദിനെ കാണുകയാണ്. 8 വയസ്സ് പ്രായമുള്ള സമയത്ത് തട്ടിക്കൊണ്ടുപോയ കുട്ടിയാണെങ്കിലും മുഖഭാവങ്ങളൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പഴയ മുഖം ഓർത്തെടുത്ത് നാട്ടുകാര് മനസ്സിലാക്കുകയാണ്. നാട്ടുകാര് മനസ്സിലാക്കി കുട്ടിയോട് പേര് ചോദിക്കുന്നു. കുട്ടി പറയുന്നു, സെയ്ദ് ബിൻ ഹാരിസാണ് ഞാൻ. നാട്ടുകാർക്ക് കാര്യങ്ങളൊക്കെ ഉറപ്പായി. സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുട്ടി കൃത്യമായി വിശദീകരിക്കുന്നു. കുട്ടി വിശദീകരിച്ചു. ഈ നാട്ടുകാര് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് എന്നതിന് ശേഷം നാട്ടിൽ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തി ഈ കുട്ടിയുടെ ഉമ്മയോടും ഉപ്പയോടും സന്തോഷ വാർത്ത പറയുകയാണ്. നിങ്ങളുടെ മകനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മകൻ മക്കയിലുണ്ട്, ഹറമിലുണ്ട്. ഹറമിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെയുണ്ട്. അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈവശമാണ്. അന്ന് മുത്തുനബിക്ക് നുബുവത്ത് ലഭിച്ചിട്ടില്ല. മുത്തുനബി നബിയായിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദില്ല എന്നവരുടെ കൈവശമുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ പേരമകൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. സെയ്ദിന്റെ വാപ്പ ഹാരിസ ഇബ്നു ശറാഹീൽ എന്ന് പറയുന്ന വ്യക്തിയും തന്റെ എളാപ്പ കഅബ് എന്ന് പറയുന്ന വ്യക്തിയും ഇവര് രണ്ടുപേരും ഒരുപാട് സമ്പത്ത് ശേഖരിച്ചു. കാരണം സ്വന്തം മകൻ അടിമയായിട്ടുണ്ട്. ആ മകനെ വില കൊടുത്ത് തിരിച്ചു വാങ്ങണം. അതിനുവേണ്ടി കുറെ സമ്പത്തൊക്കെ സമ്പാദിച്ചു. ഈ മുതലാളി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. മുത്തുനബിയുടെ സ്വഭാവം എന്തെന്നറിയില്ലല്ലോ. അപ്പോ ചിലപ്പോ വളരെയധികം കൂടുതൽ വില പറഞ്ഞെന്ന് വന്നേക്കാം. എത്ര വില കൊടുത്താണെങ്കിലും ശരി മകനെ തിരിച്ചു പിടിക്കണമെന്ന നിർബന്ധത്തിൽ ഒരുപാട് സമ്പത്തുകളൊക്കെ ശേഖരിച്ചുകൊണ്ട് അതാ അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ എത്തുന്നു. എന്നിട്ട് നബിയോട് പറയുന്നു, യബ്നൽ മുത്തലിബ്, മുത്തലിബിന്റെ പേരമകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൻതും ജീറാനുല്ലാഹ്, നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ട കുടുംബത്തിലുള്ളവരാണല്ലോ. അന്തും, നിങ്ങൾ ഈ ഹറമിന്റെ ആളുകളാണല്ലോ. നിങ്ങൾ ഹറമിൽ വരുന്ന ആളുകൾക്ക് സഹായിക്കുന്നവരാണല്ലോ, വെള്ളം നൽകുന്നവരാണല്ലോ. പാവപ്പെട്ടവരും പ്രയാസപ്പെടുന്നവർക്കും അവർക്ക് കൈത്താങ്ങാകുന്ന കുടുംബമാണല്ലോ. സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണല്ലോ. എങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോടൊരു അപേക്ഷ പറയാനുണ്ട്, ഒരു വിഷമം പറയാനുണ്ട്. അത് പറയാൻ വന്നതാണ് ഞങ്ങളെന്ന് പറഞ്ഞപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് വിഷമം? അപ്പതാ ആ കുട്ടിയുടെ ഉപ്പ സെയ്ദ് എന്ന സ്വഹാബി വര്യന്റെ ഉപ്പ വിശദീകരിക്കുന്നു, നിങ്ങളുടെ അടിമകളിൽപ്പെട്ട ഒരു കുട്ടി എൻ്റെ കുട്ടിയാണ്. ആ കുട്ടിയെ നിങ്ങൾ എൻ്റെ കൂടെ അയക്കണം. അതിന് നിങ്ങൾക്ക് എത്ര വില വേണമെങ്കിലും തരാം, ഞാനതിന് തയ്യാറാണ്, ഞങ്ങളതിന് തയ്യാറാണെന്ന് പറഞ്ഞ് കുട്ടിയുടെ ഉപ്പയും എളാപ്പയും മുത്തുനബിയെ സമീപിക്കുകയാണ്. ഏതാണ് കുട്ടിയെന്ന് ചോദിച്ചപ്പോൾ സെയ്ദാണെന്ന് പരിചയപ്പെടുത്തി. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ മുമ്പിലേക്ക് ഒരു ഫോർമുല വെച്ചു. എന്തായിരുന്നു? എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് പണം വേണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ അനുസരിക്കണം. നിങ്ങളുടെ മകനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് തരാം. മകൻ നിങ്ങളുടെ കൂടെ പോരാൻ തയ്യാറാണെങ്കിൽ ഒരു പൈസയും എനിക്ക് വേണ്ട, നിങ്ങളെ കൂടെ പോന്നോട്ടെ. മറിച്ച് നിങ്ങളെ കൂടെ പോരാൻ തയ്യാറില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധിച്ചൊരിക്കലും കൊണ്ടുപോകരുത് എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ കുട്ടിയെ വിളിച്ചു വരുത്തി. കുട്ടിയതാ വന്നു. വന്നതിന് ശേഷം മുത്തുനബി ചോദിക്കുകയാണ്, മോനെ ഈ നിൽക്കുന്നതാരാണ്? കുട്ടി പറയുന്നത് എൻ്റെ ഉപ്പയാണ്. മറ്റതാരാണ്? അതെൻ്റെ എളാപ്പയാണ്. നിനക്കറിയുമല്ലോ? അറിയും.
കുട്ടിയെ അവരും കണ്ടപ്പോൾ അവർക്കും വല്ലാത്ത സങ്കടവും സന്തോഷവും, കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. എന്നതിന് ശേഷം മുത്തുനബി പറയുന്നു, മകനെ, നിന്നെ കൊണ്ടുപോകാനാണ് ഇവര് വന്നിട്ടുള്ളത്. നീ ഇവരെ കൂടെ പോകണോ അതോ ഇവിടെ നിൽക്കണോ? നിന്റെ സൗകര്യം പോലെ, നിന്റെ സന്തോഷം പോലെ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി സെയ്ദ് എന്ന് പറയുന്ന സ്വഹാബി മുത്തുനബിയുടെ ഹളറത്താണ് തെരഞ്ഞെടുത്തത്. ഉപ്പയോട് പറഞ്ഞു, ഞാനിവിടെ വളരെ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്, ഒരു പ്രയാസവും എനിക്കിന്നിവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ കൂടെ പോരാൻ താല്പര്യപ്പെടുന്നില്ല. ഉപ്പയിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം, ഉമ്മയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ലാളന എനിക്കിവിടെ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പോരാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞപ്പോ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഉപ്പ മകനെ കൂട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞ് ആ മകനെ അവിടെ തന്നെ നിർത്താൻ തയ്യാറാകുകയാണ്. ആ മകനെയും ഉപ്പയെയും എളാപ്പയെയും കൂട്ടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹറമിലേക്ക് വരുന്നു. ഹറമിലേക്ക് വന്നുകൊണ്ട് ഖുറൈശികളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ്, ഇതാ മക്കക്കാരെ, ഹറമിന്റെ അഹ്ലുകാരെ, സെയ്ദ് എന്ന് പറയുന്ന കുട്ടി ഇന്ന് മുതൽ എൻ്റെ മകനാണ്, എൻ്റെ പോറ്റുമകനാണ്, എൻ്റെ അടിമയല്ല, എൻ്റെ പോറ്റുമകനാണ്. അതുകൊണ്ട് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പ്രയോഗം പ്രയോഗിക്കാം എന്നർത്ഥം. അങ്ങനെ പ്രഖ്യാപിക്കുകയാണ്. അതോടുകൂടെ ആ ഉപ്പക്ക് വല്ലാത്ത സന്തോഷമായി. എൻ്റെ മകൻ ഒരു അടിമയായി ഇനി ഉപയോഗിക്കുകയില്ലല്ലോ, വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുമല്ലോ എന്ന നിലക്ക് ഉപ്പക്ക് വല്ലാത്ത സമാധാനമായി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പാടുന്ന മൗലിദിലുള്ളത് അന്ത ഉമ്മുൻ അം അബൂ, മുത്തുനബിയെ തങ്ങൾ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും എല്ലാമാണ് എന്നല്ല, അതിലേറെ തങ്ങൾ മുകളിലാണെന്നാണ് നമ്മൾ പാടാറുള്ളത്. അത് വളരെ കൃത്യമായ ആശയമാണെന്ന് സെയ്ദ് ബിൻ ഹാരിസ തങ്ങൾ വരച്ച് കാണിച്ചു തന്നതാണ്. അത് തന്നെയാണ് നമ്മളെ മൗലിദിലുള്ളത്. ആ സെയ്ദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ റസൂലുള്ളാഹിന്റെ കൂടെ കൂടി. അങ്ങനെ മുത്തുനബിക്ക് പിന്നീട് നുബുവത്ത് കിട്ടി. സെയ്ദ് തങ്ങൾ സ്വഹാബി വര്യനായി. സെയ്ദ് തങ്ങൾ അതാ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച് മഹാനവറുകൾ മഅരിഫത്തിൽ, അള്ളാഹുവിന്റെ വിലായത്തിൽ വലിയ അത്യുന്നത പവറിലെത്തുകയാണ്. സ്വഹാബിമാരെ കൂട്ടത്തിൽ ഖുർആൻ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ സ്വഹാബിയാകുകയാണ്. അപ്പം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഉമ്മത്തിൽപ്പെട്ട ഓരോ മെമ്പർമാർക്കും നൽകുന്ന സ്നേഹം, നൽകുന്ന സംരക്ഷണം, നൽകുന്ന ലാളനാത് ചില്ലറയല്ല, വെറുതെയല്ല നമ്മളോട് റസൂലുള്ളാനെ അതിരറ്റ് സ്നേഹിക്കാൻ കൽപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും റസൂലുള്ളാനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാകണം. റസൂലുള്ളാനെ സ്നേഹിച്ചാൽ നമുക്ക് രണ്ട് ലോകത്തും നിർബന്ധമായും വിജയം ലഭിക്കുന്നതാണ്. ഇതിന് ധാരാളം രേഖകൾ കിതാബുകളിലൊക്കെ കാണാം. ദുന്യാവ് വേണോ ദുന്യാവ് കിട്ടും, ആഖിറം വേണോ ആഖിറവും കിട്ടും, എല്ലാം റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കിട്ടും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, അനൽ ഖാസിം വല്ലാഹുൽ മുഅ്തി, അള്ളാഹുവാണ് കാര്യങ്ങളൊക്കെ തരുന്നത്, പക്ഷേ ഞാനാണത് ഓഹരി ചെയ്യുന്നത്. നമുക്ക് സമ്പത്ത് വേണോ, റസൂലുള്ളാഹി തങ്ങളിലൂടെ കിട്ടണം, റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പ്രഖ്യാപിക്കണം, എന്നാലേ സമ്പത്ത് നമുക്ക് കിട്ടുകയുള്ളൂ. തരുന്നത് അള്ളയാണെങ്കിലും അത് പാസാക്കുന്നത് റസൂലുള്ളയാണ്. അനൽ ഖാസിം വല്ലാഹുൽ മുഅ്തി. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ വാഴ്ത്തുകയും അവിടുത്തേക്ക് വേണ്ടി ഖുർആൻ ഓതുകയും സ്വലാത്തുകൾ ചൊല്ലുകയും സദഖ ചെയ്യുകയും അവിടുത്തേക്ക് വേണ്ടി ഖൈറാത്തുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്നുവോ എങ്കിൽ റസൂലുള്ള നമ്മളോട് അടുക്കും, നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് തുനസി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനയിൽ പോയി കൂടി. അങ്ങനെ എത്ര ആളുകളാണ് മദീനയിൽ പോയി കൂടിയവർ? അവർക്ക് ദുന്യാവും ആഖിറവും വിജയം കിട്ടണമെന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടെ സ്വന്തം കുടുംബമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിൽ പോയി കൂടിയവരെത്രയാണ്? റസൂലുള്ളാഹി തങ്ങളെ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഇമാം തുനസി മദീനയിൽ
നീണ്ട വർഷം കൂടുകയാണ്. അങ്ങനെ ഖുർആൻ ഓതുകയാണ് റസൂലുള്ളാഹി തങ്ങളെ പേരിൽ. ഖുർആൻ ഓതി 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 കുറെ കാലം അവിടെ കഴിച്ചുകൂട്ടി. അതിനുശേഷം തിരിച്ച് തന്റെ നാടാകുന്ന തൂനസിലേക്ക്, മിസ്റിലേക്ക് തിരിച്ചു പോകുകയാണ്. അങ്ങനെ മിസ്റിലെത്തിയപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, അതൂഹിശുനാ, ഓ അബുൽ അബ്ബാസ്, നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാര് ബഹുമാനപ്പെട്ടവരോട് ചോദിക്കുകയാണ്, ഉസ്താദേ, തങ്ങളോട് നിങ്ങളോട് മുത്തുനബി അതൂഹിശുന എന്ന് ചോദിക്കാൻ ഉസ്താദ് മുത്തുനബിയോട് ഇത്രയും ബന്ധമുണ്ടാവാൻ എന്താണ് കാരണം? മുത്തുനബി തങ്ങളെ ഹളറത്തിൽ തങ്ങൾ എന്താണ് ചെയ്തത്, ഉസ്താദ് എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് തൂനസി തങ്ങൾ പറയുന്നു, ഞാൻ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ ഹളറത്തിൽ 1000 ഖത്മ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. അവരൊക്കെ അങ്ങനെയാണ്. നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ പേരിൽ ദിവസവും 10 സ്വലാത്ത് പതിവായി ചൊല്ലാൻ നമ്മൾ തയ്യാറല്ല. നമുക്കത് മറന്നുപോവുകയാണ്. സംഗതി നമ്മൾ തീരുമാനിക്കും, പക്ഷേ അത് നിർബന്ധ ബുദ്ധിയെ കൊണ്ട് നടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ദിവസവും റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു യാസീൻ ഓതാൻ തീരുമാനിച്ചത് വിടാതെ നിർബന്ധ ബുദ്ധിയെ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്ക് നമ്മളത് മറന്നു പോകുകയാണ്. ഈ രൂപത്തിലായാൽ നമുക്ക് റസൂലുള്ളാഹിയുമായി ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പ്രയാസമാണ്. നമ്മൾ റസൂലുള്ളാഹിന്റെ ആളുകളാകണം. റസൂലുള്ളാഹി തങ്ങളോട് ആത്മീയ ബന്ധം വേണം. അങ്ങനെ ബന്ധമുണ്ടായാൽ നമുക്ക് നബിയിൽ നിന്നെല്ലാം കിട്ടും. ഇവിടെ ഇരുന്നു കൊണ്ടും നമുക്ക് റസൂലുള്ളാഹിയുമായി ബന്ധപ്പെടാം. മദീനയിൽ പോകണമെന്നില്ല, പോയാൽ ഒന്നുകൂടി ഉഷാറായി കഴിയുന്നവർ റസൂലുള്ളാഹി തങ്ങളെ ഹളറത്തിൽ ചെല്ലാൻ നോക്കണം. ആരെങ്കിലും മുത്തുനബിയെ സിയാറത്ത് ചെയ്താൽ മൻസാറനി വജബത് ലഹു ശഫാഅത്തി എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ അവനിന്റെ ശഫാഅത്ത് നിർബന്ധമാണ്. അപ്പൊ ആ ശഫാഅത്തിന്റെ ഉടമകളാകണം നമ്മൾ. നമ്മളാൽ കഴിയുമെങ്കിൽ നമ്മൾ നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് മുത്തുനബിയുടെ ഹളറത്തിൽ ചെല്ലണം. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കണം. നമ്മുടെ 2 ലോകത്തെയും വിജയത്തിന് കാരണമാണത്. നമ്മുടെ കഴിഞ്ഞുപോയ ഇമാമുമാരെല്ലാം അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹിയുമായി അഭേദ്യ ബന്ധമുള്ളവരാണ്. ആരും റസൂലുള്ളാഹിയുമായി ബന്ധമില്ലാത്ത ആരും ഈ ലോകത്ത് വളർന്നിട്ടില്ല. ആര് വളർന്നോ, ആത്മീയമായി ആര് വളർന്നോ, അവരെല്ലാം മുത്തുനബിയുടെ ബന്ധത്തിലൂടെ വളർന്നവരാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു ഉന്നത പണ്ഡിതനാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ മകൻ പറയുകയാണ്, ഉപ്പയുടെ അടുക്കൽ യമനുകാരനായ ഒരു മനുഷ്യൻ 80 ദീനാർ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ കൊടുത്തു, പാത്തുവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു സ്ഥലം വരെ പോകുകയാണ്, ഞാൻ തിരിച്ചു വരാൻ കുറച്ച് നാളുകൾ കഴിയും, ആ സമയത്ത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. അങ്ങനെ നമ്മുടെ അടുക്കൽ വല്ലതും സൂക്ഷിക്കാൻ തന്നാൽ അത് നമുക്കെടുത്ത് ഉപയോഗിക്കാൻ അനുമതിയില്ല. നമ്മുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റൂല. മറ്റുള്ളവർക്ക് നമുക്ക് കടം കൊടുക്കാൻ പറ്റൂല. പള്ളിയുടെ കാശ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ കാശ് അല്ലെങ്കിൽ സംഘടനയുടെ കാശ് നമ്മുടെ അടുക്കൽ സൂക്ഷിക്കാനുണ്ടെങ്കിൽ, നമ്മൾ അതിന്റെ ഫിനാൻസ് സെക്രട്ടറി ആണെങ്കിൽ ആ കാശ് എടുത്തുകൊണ്ട് നമ്മുടെ വ്യക്തി ആവശ്യത്തിനോ അല്ലെങ്കിൽ മറ്റൊരുത്തൻക്ക് കടം കൊടുക്കാനോ ഒന്നും പാടില്ല. അപ്പൊ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു മുൻകദിർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ യമനുകാരനായ മനുഷ്യൻ 80 ദീനാർ സൂക്ഷിക്കാൻ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ ഇത് എടുത്ത് ഉപയോഗിക്കാം, എനിക്ക് സമ്മതമാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് തന്നാൽ മതി എന്ന് സമ്മതത്തോടു കൂടെയാണ് സൂക്ഷിക്കാൻ കൊടുക്കുന്നത്. അങ്ങനെ ആ മനുഷ്യൻ ഈ 80 ദീനാറും ഏൽപ്പിച്ച് അദ്ദേഹം പോയി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മദീനയിൽ വല്ലാത്ത സാമ്പത്തിക പ്രയാസം വന്നു. ജനങ്ങളിലൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്ന് വളരെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോൾ മഹാനവറുകൾ ഈ 80 ദീനാർ എടുത്തുകൊണ്ട് പാവങ്ങൾക്ക് ഓഹരി ചെയ്തു കൊടുത്തു. പാവങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ചെയ്തത്.
ഈ യമനുകാരനായ മനുഷ്യൻ അല്പം കഴിഞ്ഞേ തിരിച്ചെത്തൂ എന്ന പ്രതീക്ഷയിലാണ് ചെയ്തത്. പക്ഷേ ബഹുമാനപ്പെട്ടവരുടെ കണക്കുകളൊക്കെ തെറ്റിച്ച് ഇദ്ദേഹം പെട്ടെന്ന് തിരിച്ച് എത്തിയെന്ന് മാത്രമല്ല, സൂക്ഷിക്കാൻ കൊടുത്ത 80 ദീനാർ ആവശ്യപ്പെട്ടു. അപ്പോൾ ഉപ്പയാകുന്ന മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ പറഞ്ഞു, ഞാൻ നാളെ തരാം. മകൻ പറയുകയാണ് ഉപ്പയുടെ അനുഭവം. ഉപ്പ പറഞ്ഞു അദ്ദേഹത്തോട് ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞു. സത്യത്തിൽ അപ്പൊ ഉപ്പയുടെ കയ്യിൽ ഒന്നുമില്ല, കാലിയായ കൈയാണുള്ളത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾ അന്ന് രാത്രി മുത്തുനബിയുടെ പള്ളിയിൽ, മദീന പള്ളിയിൽ രാത്രി അങ്ങനെ കൂടി, സംസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ കൂടി, വീട്ടിലേക്ക് പോന്നില്ല. എന്നിട്ട് മുത്തുനബിയുടെ മിമ്പറിന്റെയും മുത്തുനബിയുടെ ഖബറു ശരീഫിന്റെയും ഇടയിൽ മാബൈന ഖബരി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് മുത്തുനബി പഠിപ്പിച്ചു തന്ന ആ സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദൈനി യാ റസൂലല്ലാഹ്, ദൈനി യാ റസൂലല്ലാഹ്, മുത്തുനബിയെ എന്റെ കടം, മുത്തുനബിയെ എന്റെ കടം. ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ട് നേരം സുബഹിയാകുന്നത് വരെ അത് പറഞ്ഞുകൊണ്ട് നടന്നു. മകൻ പറയുകയാണ്, സുബഹിയുടെ തൊട്ട് മുമ്പായി ഇരുട്ടത്ത് ആളെ തിരിച്ചറിയാത്ത രൂപത്തിൽ ഇരുളിൽ ഒരാൾ വന്നുകൊണ്ട് ഖുദ് യാ മുഹമ്മദ്, മുഹമ്മദേ നീ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീസ് കൊടുക്കുകയാണ്. ആ കീസ് വാങ്ങി നോക്കിയപ്പോൾ അതിലുള്ളത് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങൾക്ക് കടം വീട്ടാനുള്ള 80 ദീനാറാണ്. ആരാണ് കൊടുത്തതെന്നറിയില്ല. ഇങ്ങനെ നിരവധി അനവധി സംഭവങ്ങൾ കിതാബുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ ദുനിയാവ് ചോദിച്ചാൽ ദുനിയാവും കിട്ടും, ആഖിറം ചോദിച്ചാൽ ആഖിറവും കിട്ടും. ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി തങ്ങൾ പറയുന്നു, ഇതിനൊരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, മുനാഫിഖായ മനസ്സ് പാടില്ല. ആരുടെയെങ്കിലുമൊക്കെ പ്രസംഗവും അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് വഹാബി ചിന്താഗതി അല്ലെങ്കിൽ മറ്റ് പിഴച്ച ചിന്താഗതിക്കാരുടെ വാക്കുകൾ, അവരെ സംസാരങ്ങൾ, അവരെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് അങ്ങനൊക്കെ നടക്കൂലേ എന്ന് സംശയിച്ചുകൊണ്ട് നിഫാഖോടുകൂടെ പെരുമാറിയാൽ, നിഫാഖോടുകൂടെ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ കിട്ടൂല. ആകെ ഒരു ഡിമാൻഡേ ഉള്ളൂ, ഉറച്ച വിശ്വാസം വേണം വിഷയത്തിൽ. റസൂലുള്ളാഹി തങ്ങളോട് ഞാൻ ചോദിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യും, സഹായിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ ഒരു മുഅ്മിനായ റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന, അവിടുത്തെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ചോദിച്ചാൽ റസൂലുള്ളാഹി തങ്ങൾ നിർബന്ധമായും തന്നിരിക്കും എന്ന് ഉറപ്പാണ്. ഇമാമുമാരൊക്കെ ഗ്രന്ഥങ്ങളിൽ ധാരാളം എഴുതുന്നു. എല്ലാ ഇമാമുമാരും റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധമുള്ളവരാണ്, ആരും ബന്ധമില്ലാത്തവരില്ല. ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ളം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു അവിടുത്തെ നാട്ടിലിരുന്നു കൊണ്ട് റസൂലുള്ളാഹിനെ പറ്റി പ്രകീർത്തിച്ച് ഖസീദത്തുൻ നുഅ്മാനിയ രചിക്കുകയാണ്. അന ത്വാമിഉൻ ഫിൽ ജൂദി മിൻക വലം യകുൻ لأبي حنيفة في الأنام سواك. മുത്തുനബിയെ തങ്ങളുടെ ധർമ്മത്തിലേക്ക്, തങ്ങളുടെ സഹായത്തിലേക്ക് ആഗ്രഹമുള്ളവനാണ്, ആവശ്യമുള്ളവനാണ് അബൂ ഹനീഫ. അബൂ ഹനീഫക്ക് ഈ ദുനിയാവിൽ മറ്റാരുമില്ല, മുത്തുനബിയല്ലാതെ അവലംബത്തിന് വേറെ ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കവിത തന്റെ വീട്ടിലിരുന്നു കൊണ്ട് രചിച്ചു. എന്നിട്ട് മദീനയിൽ പോയി ഇത് ആലപിക്കണം, മുത്തുനബിയുടെ മുമ്പിൽ നിന്ന് ഇത് ആലപിക്കണമെന്ന നിലക്ക് മദീനയിലേക്ക് യാത്ര തിരിച്ചു. മദീന പള്ളിയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായി, സുബ്ഹിയുടെ മുമ്പായി, സുബ്ഹി വാങ്ക് വിളിക്കുന്നതിന് മുമ്പായി മദീന പള്ളിയിലെ മുഅദ്ദിനദാ മിനാരത്തിൽ കയറിക്കൊണ്ട് ഈ ഖസീദത്തുൻ നുഅ്മാനിയ ആലപിക്കുകയാണ്. അബൂ ഹനീഫ ഇമാം ആശ്ചര്യപ്പെട്ടു പോയി. കാരണം അബൂ ഹനീഫ ഇമാം ഇങ്ങനെ ഒരു കവിത രചിച്ചത് ലോകത്താരോടും പറഞ്ഞിട്ടില്ല, ആരും ഇത് കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ഒരു പള്ളിയിലെത്തിയിട്ട് മുഅദ്ദിനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ കവിത എവിടുന്നാ ചൊല്ലിയത്? ആരാ നിങ്ങൾക്കിത് തന്നത്? അപ്പാ മുഅദ്ദിന് പറയുകയാണ്,
മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എനിക്ക് മനാമിൽ ചൊല്ലി പഠിപ്പിച്ചതാണ്. അബൂ ഹനീഫ ഇമാം വീട്ടിലിരുന്ന് രചിച്ച കവിത മുത്തുനബി അറിയുകയാണ്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ഇമാമുമാരെല്ലാവരും. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾ പറയുകയാണ്, ശാഫിഈ ഇമാം 2 സ്ഥലത്ത് ദർസ് നടത്തിയിട്ടുണ്ട്. ഒന്ന് മിസ്റിലാണ് ദർസ് നടത്തിയത്, മറ്റൊന്ന് ഇറാഖിലാണ്. ഇറാഖിലാണ് ആദ്യകാലത്ത് ദർസ് നടത്തിയത്, അവസാന കാലത്ത് മിസ്റിലാണ്. ഇറാഖിൽ നിന്ന് പിരിയുമ്പോൾ എന്റെ ശിഷ്യന്മാരിൽ അത്ഖയായ, അള്ളാഹുവിനെ വളരെ ഭയപ്പെടുന്ന, ഏറ്റവും ഇൽമുള്ള ഉന്നതനായ ശിഷ്യൻ അത് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബലാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മിസ്റിലുള്ള സമയത്ത് ശാഫിഈ ഇമാം ഇറാഖിൽ നിന്ന് ദർസ് അവസാനിപ്പിച്ച് മിസ്റിലേക്ക് ചെന്ന് മിസ്റിൽ ദർസ് നടത്തുന്ന കാലത്ത് ഒരു ദിവസം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനാമിൽ കാണുകയാണ്. ഇമാമുന ശാഫിഈ തങ്ങളോട് പറയുന്നു, നിങ്ങൾ അഹ്മദ് ബിൻ ഹംബലിന് സലാം പറയണം, എന്റെ സലാം നിങ്ങൾ പറയണം. അഹ്മദ് ബിൻ ഹംബലിനോട് പറയണം, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് പറയുന്ന ഒരു വാദഗതിയുമായി പിഴച്ച ആളുകൾ വരും. അവര് വരുമ്പോൾ ഒരിക്കലും പതറരുത്. സധൈര്യം സുന്നത്ത് ജമാഅത്ത് തുറന്ന് പറയണം, ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ സിഫത്താണ്, അതൊരിക്കലും സൃഷ്ടിയല്ല എന്ന് ഉറച്ചു പറയണം. അതിന്റെ പേരിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും, അതൊക്കെ സഹിച്ചാലും ഹഖിന്റെ ഭാഗത്ത് ഉറച്ചു നിൽക്കണമെന്ന് മുത്തുനബി ഉപദേശിക്കുകയാണ്. ഈ ഉപദേശവുമായി അതാ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ മറ്റൊരു ശിഷ്യനായ റബീഉ എന്നവരുടെ കൈവശം ഒരു കത്തെഴുതി കൊടുത്തേക്ക്. ശിഷ്യൻ റബീഉ എന്നവർ, ശാഫിഈ ഇമാമിന്റെ ശിഷ്യൻ റബീഉ എന്നവര്, ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചില്ലറക്കാരനല്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് നിർബന്ധിച്ച് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എനിക്ക് ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലും തരണം. നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ പിന്നെ യാതൊരു രക്ഷയുമില്ല, ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കുപ്പായം, ഒരു വസ്ത്രം ഊരിക്കൊടുക്കുകയാണ്. ആ കുപ്പായം വളരെ നിധി പോലെ, എന്തോ വലിയ നിധി കിട്ടിയതുപോലെ വാങ്ങിക്കൊണ്ട് അതാ മിസ്റിലേക്ക് യാത്ര തിരിക്കുന്നു. മിസ്റിലെത്തിയപ്പോൾ ഇമാമുന ശാഫിഈ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ഉസ്താദ്, ഈ കത്ത് കൊണ്ടുപോയ റബീഉ എന്നവരുടെ ഉസ്താദ്, നമ്മുടെ എല്ലാം മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, കത്ത് കൊടുത്തോ? കൊടുത്തു. എന്താ അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. കൂട്ടത്തിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ടവരിൽ നിന്ന് ഞാൻ നിർബന്ധിച്ചൊരു കുപ്പായം വാങ്ങിയിട്ടുണ്ട് ബറക്കത്തിന് വേണ്ടി, എനിക്ക് സൂക്ഷിക്കാൻ വേണ്ടി. കാരണം മുത്തുനബി സലാം പറഞ്ഞയച്ച മഹാനാണല്ലോ. ഇത് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആ കുപ്പായം നിർബന്ധിച്ച് വാങ്ങുകയാണ്. തന്റെ ശിഷ്യന്റെ കുപ്പായമാണ് ഇമാമുന ശാഫിഈ തങ്ങൾ വാങ്ങുന്നത്. അതെന്റെ ശിഷ്യനല്ലേ, ശിഷ്യന്റെ കുപ്പായം ഞാൻ വാങ്ങുമ്പോ അത് സ്ഥാനം കുറവല്ലേ എന്ന് മനസ്സിലാക്കുന്നില്ല. മറിച്ച് മുത്തുനബിയുമായി ബന്ധമുണ്ടോ, അവരെപ്പോഴും മേലെയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ശിഷ്യന്റെ കുപ്പായം വാങ്ങിക്കൊണ്ട് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് ആ കുപ്പായം വെള്ളത്തിൽ മുക്കുകയാണ്. എന്നിട്ട് ആ വെള്ളം കുടിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അയിമ്മത്തൊക്കെ ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളെ കണ്ടത്. റസൂലുള്ളാഹിനോടുള്ള ബന്ധം, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം അവിടുത്തെ പരിഗണിച്ചത് ഈ രൂപത്തിലായിരുന്നു. നമ്മളൊക്കെ ഇത്തരം ഇമാമുമാരുടെ തുടർച്ചക്കാരാണെന്ന് പറയുന്നു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അതൊന്നുമില്ല. നമ്മളൊക്കെ നന്നാവണം. ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറിയ മക്കൾ വളരെയധികം മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഈമാൻ പോക്കറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വതന്ത്ര ചിന്ത എന്ന പേരിൽ, മറ്റെന്തൊക്കെയോ പേരിൽ അല്ലാഹു ഉണ്ടോ ദൈവമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. നമ്മൾ നമ്മുടെ മക്കൾക്ക് ദീന് നല്ലതുപോലെ പഠിപ്പിക്കണം, നല്ലതുപോലെ ദീന് പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഓരോരുത്തരും നാളെ ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടും.
ഓരോ ഉപ്പമാരോടും ഉമ്മമാരോടും ചോദിക്കും അല്ലാഹു തആല, നീ നിന്റെ മകന് നേരക്ക് വേണ്ടതുപോലെ ദീൻ പഠിപ്പിച്ചോ? നീ ദീൻ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവൻ സ്വതന്ത്ര ചിന്തയിലേക്ക് പോയത്, ദൈവനിഷേധിയായതെന്ന് പറയുമ്പോ ആഖിറത്തിൽ റബ്ബിന്റെ മുമ്പിൽ നമുക്കൊന്നും പറയാനുണ്ടാകുകയില്ല. നമ്മൾ വെറും ദുന്യവിയായ സുഖവും സൗകര്യവും നോക്കി നടന്നാൽ പോരാ. ദുന്യാവിനെ ഞാൻ ആക്ഷേപിക്കുകയല്ല. നമുക്ക് ജീവിക്കുമ്പോൾ, ദുന്യാവിൽ ജീവിക്കുമ്പോൾ ദുന്യാവ് വേണം. അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണല്ലോ. ദുന്യാവിലും ഖൈർ വേണം, ആഖിറത്തിലും ഖൈർ വേണം. അതുകൊണ്ട് ആഖിറം നഷ്ടപ്പെടുത്തിയ ദുന്യാവ് നമുക്ക് പാടില്ല. നമ്മളെ മക്കളെ വേണ്ടതുപോലെ ദീൻ പഠിപ്പിക്കണം. നമുക്ക് ശരിക്കും നമ്മുടെ അഖീദ ഉറപ്പിക്കണം. നമ്മൾ ഓരോരുത്തരും അഖീദ ഉറപ്പിക്കണം. മറ്റുള്ളവർ സംശയിപ്പിക്കുമ്പോൾ സംശയിക്കരുത്. ഈമാൻ പോകുമ്പോ നമ്മളോട് ആരോടും സലാം പറഞ്ഞു പോകൂല. ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സലാം പറഞ്ഞിട്ടല്ല പോകല്. നമുക്ക് മനസ്സിലൊരു വസ്വാസ് വരുന്നോ, അതാണ് ഈമാൻ പോവുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും വലിയ ഉന്നത പണ്ഡിതന്മാർ അവരുടെ പ്രഭാഷണങ്ങൾ, അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളല്ലാതെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് എന്താ പറയണെന്ന് നോക്കാൻ, എന്താ പറയണെന്നൊന്ന് കേട്ടോക്കാൻ വേണ്ടി കേട്ടതാണെന്ന് കരുതി ഒരിക്കലും അത്തരം ചെയ്തികൾ നമ്മിൽ നിന്നുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞ് നമ്മുടെ മനസ്സിലെങ്ങാനും സംശയം വന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അത്തരം പ്രവർത്തനങ്ങൾ ഒരിക്കലും അല്ലാഹു പൊറുക്കുകയില്ല. നമ്മളൊക്കെ നല്ല ഈമാനിന്റെ ഉടമകളാകണം. അല്ലാഹുവിനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കണം. മുത്തുനബിയെ സംബന്ധിച്ച് നല്ലോണം പഠിക്കണം. എന്നിട്ട് അല്ലാഹുവിനെ നല്ലോണം സ്നേഹിക്കണം. മുത്തുനബിയെ നല്ലവണ്ണം സ്നേഹിക്കണം. അങ്ങനെ ഈമാൻ ഊട്ടിയുറപ്പിക്കണം. അത് നമ്മുടെ മക്കൾക്ക് നമ്മൾ പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള്, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ പറയുന്നതായി കാണാം, ഒരു പിതാവിന് കുട്ടിയുണ്ടായാൽ ആ കുട്ടിക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയാണ്. ചെറുപ്പത്തിൽ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പഠിച്ചത്. നമ്മുടെ നബിയുടെ ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, നബിയുടെ പേര്, നബി ജനിച്ചത് മക്കത്താണ്, വഫാത്തായത് മദീനത്താണെന്ന് തുടങ്ങുന്ന കവിതകളൊക്കെ ചൊല്ലി പഠിച്ചവരാണല്ലോ നമ്മളൊക്കെ. അതാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്, അല്ലാഹുവിനെയല്ല. ആദ്യം മുത്തുനബിയെ പരിചയപ്പെടുത്തിയതിന്റെ ശേഷമാണ് അല്ലാഹുവിനെ പഠിപ്പിക്കേണ്ടത്. ഇത് നമ്മുടെ മേലിലെ ബാധ്യതയാണ്. വേണ്ടതുപോലെ ഹഖായ രൂപത്തിൽ നമ്മുടെ ഈമാൻ നമ്മളെ മക്കളിൽ നമ്മൾ പഠിപ്പിച്ച് പ്രതിഫലിപ്പിക്കണം. അല്ലെങ്കിൽ നാളെ പിറ്റേത് അല്ലാഹു തആല ചോദിക്കുമ്പോൾ നമുക്കതിന് മറുപടി ഉണ്ടാവുകയില്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് അവിടുത്തെ ഇത്റത്ത്, അവിടുത്തെ പേരമക്കളെ നമ്മൾ സ്നേഹിക്കൽ. ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ഞാൻ ഈ ദീനീ പ്രബോധനമൊക്കെ ചെയ്തു. മുത്തുനബി എത്ര സഹിച്ചാണ് ദീനീ പ്രബോധനം ചെയ്തത്. ആ ദീനീ പ്രബോധനം ചെയ്തപ്പോ നമുക്കൊക്കെ അറിയും, വിശന്നിട്ട് കല്ല് വരെ വെച്ച് കെട്ടിക്കൊണ്ടാണ് മുത്തുനബി നമുക്ക് വേണ്ടി ഈ ദീൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയത്. എന്നിട്ട് നബിയോട് അല്ലാഹു തആല പറയാൻ കൽപ്പിക്കുകയാണ്, നബിയെ ഖുൽ, നബിയെ തങ്ങൾ പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ദീനീ രൂപത്തിൽ കെട്ടിപ്പടുത്തതിന് ഞാൻ നിങ്ങളിൽ നിന്നൊന്നും തിരിച്ച് കാശ് ചോദിക്കുന്നില്ല, സമ്പത്ത് ചോദിക്കുന്നില്ല. മറിച്ചെന്തേ ചോദിക്കുന്നുള്ളൂ, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ പേരമക്കളുണ്ട്, അവരെ നല്ലവണ്ണം സ്നേഹിക്കണം. ആ പേരമക്കളിൽപ്പെട്ട ഒരു കുട്ടിയാണ് നിങ്ങൾക്കിവിടെ നേതൃത്വം നൽകുന്നത്. ഓ മുഅ്മിനീങ്ങളെ, നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. സയ്യിദുമാരുടെ കുരുത്തക്കേട് വാങ്ങി വെക്കരുതേ. സയ്യിദന്മാരെ നല്ലതുപോലെ ആദരിക്കണം, ബഹുമാനിക്കണം. ആദരിച്ചില്ലെങ്കിൽ ബഹുമാനിച്ചില്ലെങ്കിൽ അത് നമുക്ക് റസൂലുള്ളാഹിനോട് അകൽച്ചക്ക് കാരണമാകും. അതെത്ര ചെറിയവര് വലിയവരെന്ന് നോട്ടമില്ല, രാഷ്ട്രീയക്കാര് മതക്കാരെന്ന് നോട്ടമില്ല. സയ്യിദുമാരെ നമ്മൾ ഒരിക്കലും ചീത്ത പറയരുത്. അത് ഏത് പാർട്ടിയിൽപ്പെട്ടയാളാണെങ്കിലും ആ സയ്യിദ് ചെയ്ത കാര്യം തെറ്റാണെങ്കിൽ ആ ചെയ്തത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടൽ പണ്ഡിതന്മാരുടെ കടമയാണ്. എന്നല്ലാതെ വ്യക്തി തേജോവധം ചെയ്യാൻ നമുക്കൊരു അർഹതയുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് തങ്ങളായാലും ശരി,
തങ്ങന്മാരെ നമ്മൾ വിഷമിപ്പിച്ചാൽ അത് റസൂലുള്ളയുമായി അകലത്തിന് കാരണമാകും, അത് നമ്മുടെ സൂഉൽ ആഖിബത്തിന് കാരണമാകും, ആഖിറം മോശമാകാൻ കാരണമാകും. നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നമുക്ക് ഈ നാട്ടിൽ നേതൃത്വത്തിന് കിട്ടിയത് റസൂലുള്ളാന്റെ പേരക്കുട്ടിയെയാണ്. ആ പേരക്കുട്ടിയെ നല്ലതുപോലെ നോക്കുക. നിങ്ങൾ നോക്കണില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിൽ നിന്ന് അപമര്യാദയായി വല്ലതും പെരുമാറിയാൽ ആ കുട്ടിയുടെ മനസ്സിലെങ്ങാനും വല്ല വിഷമവും വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രയാസമാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ ദർസ് നടത്തുകയാണ്. വലിയ വലിയ അത്യുന്നതരായ പണ്ഡിതര് സദസ്സിലുണ്ട്. ആ സമയത്ത് ഷാഫിഈ ഇമാം എഴുന്നേറ്റ് നിൽക്കുന്നു. ഷാഫി ഇമാം എന്നല്ല, ഇമാം ഷാഫി തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണെങ്കിലും അബൂ ഹനീഫ തങ്ങളാണെങ്കിലും അവരൊക്കെ ഹദീസ് പോലത്തെ കിതാബുകൾ ദർസ് നടത്തുമ്പോൾ വളരെ ആദരവോടെ ഇരുന്നു കൊണ്ടാണ് ദർസ് നടത്താറുള്ളത്. എന്ന സ്ഥാനത്ത് ഷാഫി ഇമാം എഴുന്നേറ്റ് നിൽക്കുന്നു. ആ സബക്കിൽ അങ്ങനെ ദർസിൽ അങ്ങനെ എഴുന്നേറ്റ് നിന്ന് ക്ലാസ് എടുക്കുന്നു. ശിഷ്യന്മാര് ചോദിച്ചു എന്താ സംഭവം എന്ന്. അപ്പോ അതാ പള്ളിയിൽ ദർസ് നടത്തുന്ന പള്ളിയുടെ ചെരുവിൽ അവിടെ ഓടിക്കളിക്കുന്നുണ്ട് ഒരു ചെറിയ കുട്ടി. ആ കുട്ടി സയ്യിദായിരുന്നു, അഹ്ലു ബൈത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു. ആ കുട്ടി നിൽക്കുകയാണല്ലോ, ഞാൻ ഇവിടെ ഇരുന്നാൽ അത് അദബുകേടാകുമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ശാഫിഈ ഇമാം എഴുന്നേറ്റ് നിന്നതെന്ന് പറയുമ്പോ എത്ര ഗൗരവമുണ്ട്. നമ്മളതൊക്കെ ഉൾക്കൊള്ളണം. നമുക്ക് അല്ലാഹു തആല ഒരു തങ്ങളുട്ടിനെ തന്നെങ്കിൽ അത് നമ്മുടെ വിജയത്തിന്, ദുന്യവിയായ ഉഖ്റവിയായ വിജയത്തിന് അല്ലാഹു നമുക്ക് തന്ന ഒരു കാരണമാണ്, ഒരു സബബാണ്. ആ കാരണം നമ്മൾ മുതലെടുത്തുകൊണ്ട് നമ്മുടെ ദുന്യാവും ആഖിറവും നമ്മൾ രക്ഷപ്പെടുത്തുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ പ്രവർത്തിച്ചോ അവർക്കൊക്കെ അല്ലാഹു തആല ദുന്യാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. നമ്മുടെ ഈ സ്ഥാപനം അലവിയത്തുർ റഹ്മാനിയ എന്ന് പറയുന്ന സ്ഥാപനം അല്ലാഹു തആല വലിയ സ്ഥാപനമാക്കി മാറ്റട്ടെ. അല്ലാഹു ഇതിന്റെ വാഖിഫീങ്ങൾക്ക് ഇതാരുടെ പേരിലാണോ വഖഫ് ചെയ്തത് അവരുടെ ഉഖ്റവിയായ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ തന്നെ വാഖിഫീങ്ങളായ മക്കള്, ഇപ്പോഴുള്ള പേരമക്കൾ ആരൊക്കെണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. ഇതിന്റെ പരിസര പ്രദേശത്തുള്ള ഇതുമായി സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തിനും ഇവിടുത്തെ മുതഅല്ലിമീങ്ങൾക്ക് ഉസ്താദിന് ഒക്കെ ഭക്ഷണം കൊടുക്കുന്ന മറ്റെല്ലാ സൗകര്യവും കൊടുക്കുന്നവർ അവർക്കൊക്കെ അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഉസ്താദ് തങ്ങൾ എൻ്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ തങ്ങൾ പറയൽ വളരെ സന്തോഷമാണ്, നാട്ടുകാരൊക്കെ വളരെ നല്ല താല്പര്യത്തോടു കൂടെ തന്നെയാണ് ദർസും കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുള്ളത് എന്നാണ് പറയാറുള്ളത്. അല്ലാഹു തആല അങ്ങനെ എന്നെ നിലനിർത്തി തരട്ടെ. എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് വിജയിക്കാൻ തങ്ങളൊരു നിമിത്തമായി അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.